എന്തായാലും പ്രാങ്കിന് ഇപ്പഴൊക്കെ വിളിച്ചാലോ? എനിക്ക് പേടിയാവുന്നുണ്ട്, ഞാൻ ബാക്കിൽ ഇറങ്ങാം. പക്ഷെ ഈ പ്രതീക്ഷിച്ചിട്ടുണ്ടല്ലോ ചിലപ്പോ പ്രാങ്ക് ആവുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. കൊറേ ആയി നമ്മളൊരു പ്രാങ്ക് ചെയ്തിട്ടില്ലേ. നമ്മള് സൈബമോളെ തന്നെ ഒന്ന് പ്രാങ്ക് ചെയ്യാൻ പോവാണ്. കുറച്ച് ദിവസമായി നമ്മൾ ചൈനയിൽ നിന്ന് വന്നതിന്റെ മുതൽ ഓള് തുടങ്ങുന്നുണ്ട്, എന്നെ എവിടെയും കൊണ്ടുപോകുന്നില്ല, കയ്യാനായി വെക്കേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, പക്ഷെ കൊണ്ടിട്ടുണ്ട്. പക്ഷെ അതല്ല, ഇനിയൊരു ട്രിപ്പും കൂടി കൊണ്ടുപോകാനുണ്ട്. അതൊരു കണക്കിൽ വന്നു അല്ലേ. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രിപ്പ് ഒന്നുമല്ല, ഓളോട് മാറ്റിക്കണ്, ഓളല്ലേ ഫുള്ള് പ്രലോഭിപ്പിക്കണ്. ട്രിപ്പിനെ പറഞ്ഞ് അവളെ മുൾമുനയിൽ നിർത്തിയിട്ട് കൊണ്ടുപോകണില്ല എന്ന് പറയുന്നു. എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക? നല്ല പ്രശ്നമായിരിക്കും. അപ്പൊ അത് നമുക്ക് കാണേണ്ട തന്നെയാണ്. ഇവിടെ വാ. എന്താ ചിരിക്കണേ? ഉടായിപ്പല്ല, നോക്ക്, ഈ ആകരിച്ചിരുന്ന ഒരു സാധനം നമ്മൾ സെറ്റാക്കാൻ വേണ്ടി പോവാണ്. ഈ എന്തായിരുന്നു ആകരിച്ചിരുന്നത്? കുഴിമന്തി നാളെ ഉണ്ടാക്കാം. ഇന്ന് കുഴിമന്തി അല്ല, ഇന്ന് നമ്മൾ ഞായറാഴ്ച ആയതുകൊണ്ട് കുഴിമന്തി ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷെ അത് പ്ലാൻ ഉമ്മ മത്തിയെടുത്ത് പുറത്തു വെച്ച്, അപ്പൊ പ്ലാന് ക്യാൻസൽ. ഈ ഒരു സർപ്രൈസ് ചോദിച്ചിരുന്നല്ലോ നമ്മള് വന്നപ്പോ, സങ്കടപ്പെട്ടൊക്കെ ചെയ്തിരുന്നു. നമ്മള് ഇവിടെ സ്കൂളൊക്കെ തുടങ്ങാനായി, അതിന്റെ ഇടയിൽ തന്നെ അത് തന്നെ മോളെ. ഹാപ്പി ഒരു ചെറിയൊരു നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതിന് വയനാടാണ് പോണ്. പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഫ്രണ്ടിന്റെ ഒരു റിസോർട്ട് ഉണ്ട്. അപ്പൊ ആ റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അടിപൊളി സ്ഥലം, അവിടെ കളിക്കാനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഈ പോയാ മതി, മാറ്റി റെഡി ബാബാ. നമുക്ക് മുന്നോട്ടുണ്ടോ? നിങ്ങളില്ല വയനാട്ടിലേക്കാ? ഇമ്മ വയനാട്ടിലേക്ക് ട്രിപ്പ് പോകാനല്ലേ? എന്താ ഇപ്പല്ലാതല്ല, കണ്ടില്ല? ലവ്, ഇതാ ലവ്, പ്യൂർ ലവ്, 100% 916 ലവ് ആണിത്. നിങ്ങൾ രണ്ടാളും ബേബി നിൽക്കുന്നൊന്നും കുഴപ്പമില്ല. നിങ്ങളതൊക്കെ എങ്ങനെ ബേബി, അത് ബേബി അല്ല, നമ്മളത് പാടില്ല എന്നല്ല പറഞ്ഞത്, നല്ലതാന്നാ നമ്മള് പറഞ്ഞത്. അപ്പൊ കറക്റ്റ് അടിച്ചാല്. അപ്പൊ എന്താ, നമ്മള് ട്രിപ്പ് പോവാട്ടോ. അടിപൊളി ട്രിപ്പ്. അതായത് മറ്റേ അവിടെ പൂളിൽ തന്നെ നമുക്ക് റൂമിന്റെ അടിയിൽ പൂളായിട്ടുള്ള സംഭവമൊക്കെ ഉണ്ട്. മീനൊക്കെ കിടന്നിട്ട് തന്നെ കാണാം. റൂമിന്റെ ഉള്ളിൽ തന്നെ. ഇഷ്ടല്ല ഇഷ്ടല്ലാത്ത വൈരൊക്കെ ഈ പറഞ്ഞ്. ഉമ്മ ഇപ്പൊ വന്നില്ലെങ്കിൽ നിങ്ങള് നമുക്കിപ്പൊ ചോദിച്ചു നോക്കിയാൽ എപ്പം വരുന്നുണ്ടെന്ന് ഓക്കെ. താല്പര്യമുണ്ട്, വരാൻ താല്പര്യമുണ്ടല്ലേ? ഇപ്പൊ ഉണ്ടെങ്കിലും വയനാട്ടിൽ ഇപ്പൊ പോയിക്കൊള്ളുന്നില്ല. അതല്ല, എനിക്ക് ടൂറൊന്നും പോകണമെന്നൊന്നുമില്ല. ഇപ്പൊ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചാലിയം ബീച്ചിലൊന്നും അവിടെ പോയിട്ട് ഇരിക്കാനുള്ള ഒരു ഇതുണ്ട്. അതപ്പോ നമുക്ക് വേണമെങ്കിൽ പോയി വന്നിട്ട് ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് പോവാം. അപ്പൊ നീ ഈ പണി തീർക്കണ്ട എന്താ ചെയ്യണേ? അപ്പൊ ബാക്കി പണി തീർക്കണ്ട, വാക്കും ചെയ്യണ്ട അമ്മ. ബാക്കി പെരുന്നാളാണ് വരാൻ പോണത്. അല്ലല്ല, പോയി മാറ്റ്. പണി കഴിഞ്ഞിട്ട് പോവാം. നമുക്ക് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാം. ഓക്കെ, ഫുഡ് കഴിച്ച പാടെ എന്താ ചെയ്യാ, മാറ്റാം. ഡീലല്ലേ? അപ്പൊ നമ്മള് പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ആഴ്ച സെറ്റല്ലേ? എന്നാ ഈ വരണ്ട, ഇവിടുന്നോ ഒരു കുഴപ്പമില്ല. ചെറുതായിട്ട് സൈമനെ പറ്റിക്കാൻ നോക്കിയാ കേട്ടോ, അതുകൊണ്ട് ഇവിടുന്നോ. എന്നാ മാറ്റ്. അല്ലല്ല, പറ്റിക്കാണെന്ന് ഞാൻ അവരെ കരഞ്ഞിട്ട് കൊണ്ടുപോകും. അതെ. അപ്പൊ എന്തായാലും സൈബമോളെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങിക്കോളാം. ഓക്കെ. സൈബപ്പ എല്ലാ പണിയും എടുക്കൂട്ടോ, നല്ല കുട്ടിയാണ്. അപ്പൊ ഞങ്ങള് കുളിച്ച് റെഡി ആവട്ടെ കേട്ടോ, എന്നിട്ട് വരാം.
ബൈ. ഇമ്മനെ വിശ്വസിച്ചിരുന്നോ ഈ വരുന്നില്ലേ വരണ്ട നമുക്ക് ഒരു കുഴപ്പമില്ല. ആ പക്ഷെ നോക്ക് ഇമ്മ പറഞ്ഞ കേട്ട അവിടെ ഇരുന്നോ. ആ ഈ വരുന്നുണ്ടോ വരുന്നുണ്ടോ ഇല്ലേ ഈ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ? ഞാൻ വിശ്വസിക്കണെന്ന് പറയരുത് കേട്ടോ. ഉണ്ടില്ല. അല്ലല്ല വിശ്വസിക്കാത്തവര് വേണ്ട. ഒരു അവിശ്വാസികളും നമുക്ക് താല്പര്യമില്ല. പിന്നെ കണ്ണെന്ന് മൂത്രം ഒഴിക്കാഞ്ഞാ മതി. ഇത് പ്രാങ്ക് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കണ്ണെന്ന് മൂത്രം. ഓക്കെ അവർക്ക് റെഡി ആയിട്ട് വിളിച്ചേക്കട്ടാ. അച്ഛനാ ഇത് ശരിക്കും കൊണ്ടോവും കൊണ്ടോവും കാര്യായിട്ടാണ് സൈബ. വിശ്വസിക്കാൻ കഴിയണില്ല. ആയോണ്ടാണ് നോക്ക് അവിടെ അടിപൊളി സ്ഥലമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മീൻ കൊരിപ്പിച്ചിട്ട് കൊണ്ടുപോകാതെ ഞാൻ ഉറപ്പായിട്ട് വരും. ആയിക്കോട്ടോ വിട് ഈ റെഡി ആവും. അല്ല സൈബ അല്ല അല്ല എന്ന് പറഞ്ഞില്ലേ. സൈബ പറഞ്ഞില്ലേ ഇനി അയ്യ എന്റെ പണി തീർത്തോ. ഈ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കണ്ട. അത് ചെവി വന്നിട്ട് ഇങ്ങനെ ഇമ്മയോടുകൂടി ഇതിന്റെ മുഖത്തോക്കി ഇങ്ങനെ ഇപ്പഴൊക്കെ വിളിച്ചാലോ ഞാൻ പറഞ്ഞ ഇപ്പൊ എന്തായാലും ചിലപ്പോ ഇപ്പൊ ചോദിച്ചാലും വരില്ല. മനസ്സിലായോ? അപ്പൊ ഇപ്പനെ വിളിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഒന്നെന്ന് പറഞ്ഞാല് അവിടെ നിന്ന് ഇനാഗുറേഷൻ ആണ് ആ റിസോർട്ടിന്റെ. അപ്പൊ അതില് ഓരോ ആൾക്കാർ തന്നെ ഉണ്ടാവും. നമുക്ക് ഒരു റൂമാ പറഞ്ഞു. ഒരു റൂമിൽ നമ്മളെല്ലാരും കൂടെ പോയി എങ്ങനെ ഇതാക്കുക. ഇവിടെ ഉമ്മ എന്നെ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോവാ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പൊ പോണത് ഇന്ന് പോയി നാളെ വരുന്ന ട്രിപ്പാണ്. മനസ്സിലായോ? മനസ്സിലായോ? എനിക്കത് വിശ്വാസമില്ല. സത്യാണ്. എടോ ഇത് ഇന്റേതായ ഒരു ഭാവമാണ്. പുതിയ ഭാവം. ഞാൻ വ്ലോഗിൽ പുതിയൊരു ഭാവം പിടിച്ചതാണ്. ഓക്കെ ഓക്കെ പോ. റെഡി ട്രിപ്പ് അല്ലേ ഇന്ന്. റെഡി പോ ചെല്ലു ജോക്കെ റെഡി ആക്കി നമുക്ക് റെഡി. പറയൂ നിനക്കൊരു പേടി. എനിക്കെന്താന്ന് പറഞ്ഞാല് എങ്ങനെയുള്ള റിയാക്ട് ചെയ്തെന്നുള്ള എനിക്കറിയാം. ഓൾറെഡി ഓള് ചോദിക്കുന്നത് പറ്റിക്കാണോ പറ്റിക്കാണ്ട് പെട്ടെന്ന് ഉണ്ടായ ഒരു സാധനം. അതെ അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ ഇപ്പൊ ഉണ്ട്. അപ്പൊ അത് പ്രശ്നമാണ്. പറയൂ. അപ്പൊ പിന്നെ നമ്മള് ശരിക്കും കൊണ്ടോണ്ടി വരുന്നതാ തോന്നുന്നു മിക്കവാറും. ഇനി ഇത് പ്രാങ്ക് ആണെന്നുണ്ടെങ്കിലും ശരിക്കും നിങ്ങള് കൊണ്ടോണ്ടി വരും. പോയി കൊണ്ടുപോകണം അങ്ങനെ പറഞ്ഞു. എനിക്ക് പേടിയാവുന്നുണ്ട്. ഞാൻ ബാക്കിൽ ഇറങ്ങാം. ഇയാടെ ചുമ്മാ അല്ലട്ടാ ശരിക്കും ഓള് നല്ല പേടിയിലാണ്. ആ പേടി കൊണ്ടാണ് ഞാൻ ഇറങ്ങുമ്പോ വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. പക്ഷെ ആ പേടി കൊണ്ടാണ് ഞാനിപ്പോ എടുക്കുന്നുണ്ട്. എന്റെ കാര്യത്തിൽ ഓക്കെ പപ്പു. ഹലോ എന്തായി എവിടേക്ക് ഞങ്ങൾ ഇറങ്ങാൻ ഇത് പ്രാങ്കാന്ന് പറയരുത് കേട്ടോ. ഇത്രയോ ഒരുങ്ങിട്ട് പ്ലീസ്. ഈ ചെല്ലേ സെറ്റാണ്. ആവേശം ഭയങ്കര കൂടുതൽ. അതുകൊണ്ട് എനിക്കുണ്ട്. എന്താ ചെയ്യാ. അതല്ല അപ്പൊ ഈ ഇല്ല ഇനി അത് എന്താ അറിയാ. അതിന്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ട്. വാ എവിടേക്ക് പോവാ. അതും സർപ്രൈസ് എന്ന് പറയല്ലേ ബേബി. ആടോ എന്ത് ലാഗാണ് ബോസ്. സൈബ വരുന്നില്ല കേട്ടോ. അപ്പൊ സൈബ വരുന്നില്ല. ഉറപ്പായില്ലേ? ഇറങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അവിടെ തന്നെ എന്നാലും ഉറപ്പാവുള്ളൂ. അതെന്നാണ് കിച്ചൻ. അപ്പൊ പറഞ്ഞാൽ നമ്മള് ഏതായാലും വണ്ടി കയറാൻ പോവാണ്. അപ്പൊ ഞങ്ങള് കേറാൻ വേണ്ടി പോവട്ടാ അല്ലേ. ഇത് പറയും ഒരു ഉഷാറ്. ഈ വീഡിയോ ഞാൻ ഉഷാറിൽ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഒരു ഉഷാറ് കുറഞ്ഞ് നിക്കല്ലേ ഇത്. അപ്പൊ ഓക്കെ. അപ്പൊ ഞമ്മള് എന്താണ് അനക്കെന്താ ഡൗട്ട് സൈബ?
അല്ലല്ല നമ്മളെന്താ അറിയോ പോകുമ്പോ അല്ലല്ല നമ്മൾ ആദ്യം വിചാരിച്ച എന്താ അറിയമ്മ അതെ അല്ലല്ല ഞാൻ പറഞ്ഞു അതല്ല അതെന്താ അറിയമ്മ ഞങ്ങള് വിചാരിച്ചിരുന്ന് ഇറങ്ങുമ്പോ ഇവിടെ പറ്റിക്കാന്ന് വിചാരിച്ചത്. അതാണ് സംഭവം. അതായത് ഇറങ്ങുമ്പോ ഇവിടെ പറ്റിക്കാന്ന് വിചാരിച്ചിരുന്നു. അപ്പോത്തിന് ഇവള് കാര്യം മനസ്സിലാക്കി. അപ്പൊ പിന്നെ ഇനി പറ്റിച്ചിട്ട് കാര്യമില്ലല്ലോ, നേരെ പോയിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പൊ ഇങ്ങനെ സൈബ അങ്ങോട്ടേക്ക് നമുക്ക് ഞങ്ങള് പോവാണ് മറ്റേത്. അല്ല നല്ല മഴക്കാറുണ്ടല്ലോ. അല്ല നല്ല മഴക്കാറുണ്ട്. മഴ നോക്ക്, മഴക്കാറ് എല്ലാരും കാണിച്ചിട്ട് നോക്ക്, മഴക്കാറുണ്ട്. മഴക്കാർ നല്ല മഴക്കാറില്ലമ്മ. അല്ല വയനാട്ടിൽ അമ്മ പറഞ്ഞു, ഉമ്മ പറഞ്ഞ ഓക്കെ, ഇമ്മ പറഞ്ഞ പിന്നെ നമ്മള് കേൾക്കണം എന്നാണല്ലോ. ഉമ്മ പറഞ്ഞു വയനാട്ടിൽ മഴ ഉണ്ടെങ്കിൽ പോണ്ടെന്ന്. അപ്പൊ ഇയ്യോട്ടേക്ക് പോയിക്കോ. എന്താ ഇപ്പൊ മഴ ഉള്ള ടൈമിൽ ആർക്കാ പോകാൻ പറ്റുക? അതിപ്പോ നമുക്ക് പോലും പോകാൻ പറ്റൂല്ലോ. സൈബ അവിടേക്ക് നമുക്ക് എന്ത് ചെയ്യാ അറിയോ, നമുക്ക് എന്തായാലും പോവാ. എന്നോട് ഞാൻ പറഞ്ഞില്ല ചെലപ്പോഴേ ഉണ്ടാവുള്ളൂന്ന്. കൂടകള് ഇതാക്കരുതിട്ടാ. ഈ ഉമ്മന്റെ പ്രശ്നം കൊണ്ട് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പോയപ്പോ നമ്മള് പറഞ്ഞിട്ടുണ്ട്. അല്ലോ സൈബ നമ്മളതിന് പ്രാങ്ക് കാണിച്ചാല് പോവല്ലോ. അല്ലോ എന്താണ് അനക്കെന്റെ ഒരു ഇതില്ലായിരുന്നു. അപ്പൊ ചിലപ്പോ പ്രാങ്ക് ആവുന്നില്ല. അല്ലോ ഇത് പറഞ്ഞ മാതിരി പ്രശ്നമല്ലോ. മാന്തരുത് പ്രാങ്ക് ഇപ്പൊ ശരിക്കും പണി കിട്ടിയത് നിൽക്കുന്ന എപ്പോഴും തന്നെ ഉണ്ടാവും അവർക്ക്. അല്ല അതെ, പക്ഷെ ഈ പ്രതീക്ഷിച്ചിട്ടുണ്ടല്ലോ ചിലപ്പോ പ്രാങ്ക് ആവുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. മൈക്ക് പോയി. ചാക്കോ ഇതെന്തിനാ ചാക്ക്? ഓക്കെ ഒരു കാര്യം പറയട്ടെ, ഒറ്റൊരു കാര്യം പറയട്ടെ. ഇനി ഇതിന് ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് എന്താ നോക്കാം. അപ്പൊ ഞങ്ങള് ഇതിനൊരു ഇവള് വിചാരിക്കാത്ത ഒരു ട്വിസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ട്വിസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞങ്ങള് പോവാണ്. അല്ല ഇപ്പൊ ഒരു കാര്യം പറഞ്ഞുതരാം. ഇത്ര ഈ കരഞ്ഞതിനെ കൊണ്ട് ഞങ്ങൾ എന്തായാലും പുറത്തു പോയിട്ട് വരാം. വാ. അല്ല സ്പെഷ്യലാണത്, അത് വെറൈറ്റി സ്പെഷ്യലാണ്. വെറൈറ്റി ഇത് പെട്ടി ഇങ്ങനെ ചവിട്ടെടുത്ത് ചെയ്യ. വയനാട് നമുക്ക് എന്തായാലും പോവാ. കടുവയെ പിടിച്ച് അവിടേക്ക് പോവാ. ഞങ്ങള് ടെസ്റ്റ് ഉണ്ട് കേട്ടോ. അല്ല ടെസ്റ്റ് ഉണ്ട് സൈബ. മതി ഇനി പോവാ. നമുക്ക് വിളിച്ചിട്ടൊന്ന് പുറത്ത് കറക്കിക്കൊണ്ട്
ഇജ്ജി പറഞ്ഞ മാതിരി സിങ്കിന് ഇജ്ജി ചൈനയിൽ കയറിയ കൊണ്ടുപോയല്ലോ. അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല. 10 5 തരാം. ഇവിടെ ഭാഗത്ത് കുടിച്ചോണ്ടാ. അതെ പഞ്ചായത്തിന്റെ ഇവിടെ വാ അമ്മനെ സംസാരിച്ച് പഞ്ചായത്താക്ക വാ. എന്താ വകുപ്പ് അഗ്രിമെന്റ് ചെയ്താ അമ്മ പഞ്ചായത്താക്കട്ടെ. ഞാൻ എന്റെ മോളെ ഞാൻ കൊണ്ടുപോകും. ആ അതന്നെ അറിയില്ല ഒരു ആവേശത്തിന്റെ പുറത്താണ് പ്രാങ്ക് ചെയ്ത്. അപ്പോഴേ ഒരു വാണിംഗ് പോലെ എനിക്ക് തോന്നിയിരുന്നു. ഓ അപ്പൊ എന്തായാലും പ്രാങ്കിനെ അങ്ങനെ പ്രാങ്ക് കുതാക്കവ എപ്പോഴും താഴത്ത് നിന്നിട്ടില്ല കേട്ടോ. ഓളെ കൊണ്ടുപോകാത്ത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇനി കഴിഞ്ഞ പെരുന്നാളാണ്. അപ്പോൾ പോയി വരാനൊന്നുള്ള ടൈമൊന്നുമില്ല. ഞങ്ങൾ വിചാരിച്ചിരുന്ന ഔട്ടിങ് ഈ സംഭവം കഴിഞ്ഞ് ഈ റിയാക്ഷൻ ഉണ്ടാവുന്ന കാരണം എനിക്കറിയാം. കാരണം കുറച്ച് ദിവസമായി ചോദിക്കണം ഇന്നാരും കൊണ്ടുപോകാനില്ല എനിക്കാരും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പുറത്ത് ഇലക്ഷനിൽ ജയിച്ചതിൻ്റെ എന്തോ ഒരു ഇത് നടക്കുന്നുണ്ട്. ഓക്കെ ഇനിമേ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടായ എന്താണെന്നുണ്ടെങ്കിൽ ഇമാതിരി പ്രാങ്ക് ആയിപ്പോയി. അല്ല ഒരുമാതിരി പ്രാങ്ക് ആയിപ്പോയി. അതോ ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രാങ്ക് ചെയ്ത് ബൂമറാങ്ക് പോലെ തിരിച്ച് എനിക്കാണ് അടിയിട്ടിയത്. ഓക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങളെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്നും പറയണേ. തെറിവിളി കുറയ്ക്കുക. ഓക്കെ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.